പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/Malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 166 ദിവസം. നിങ്ങൾക്ക് സന്തോഷമാകും എന്ന് ഞാൻ കരുതുന്നു. 166 ദിവസങ്ങൾ നമ്മൾ വചന വായനയ്ക്കായി എല്ലാ ദിവസവും അല്പസമയം, അരമണിക്കൂർ നേരമെങ്കിലും ചെലവഴിച്ചു എന്നാണ് അതിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. 166 ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിച്ചു. അത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. അത് ദൈവത്തോട് നാം നടത്തിയ മനോഹരമായ ഒരു സമർപ്പണത്തിൻ്റെ അടയാളമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചന പാരായണത്തിൻ്റെ പാഠഭാഗങ്ങൾ 1 രാജാക്കന്മാർ അധ്യായം 17, 18, 2 ദിനവൃത്താന്തം അധ്യായങ്ങൾ 18, 19, ഉത്തമഗീതം അധ്യായം 5. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നാം വചനം വായിച്ച് തുടങ്ങുകയാണ്. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 1 രാജാക്കന്മാർ അധ്യായം 17. ഏലിയായും വരൾച്ചയും. ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബിനായ ഏലിയ ആഹാബിനോട് പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കുന്ന ഇസ്രായേലിൻ്റെ ജീവിക്കുന്ന ദൈവമായ കർത്താവാണേ, എൻ്റെ അധരമൊഴിയാലല്ലാതെ ഈ വർഷങ്ങളിൽ മഞ്ഞോ മഴയോ ഉണ്ടാവുകയില്ല. കർത്താവിൻ്റെ വചനം അവൻ ഇപ്രകാരം ഉണ്ടായി: നീ ഇവിടെ നിന്ന് പോയി കിഴക്കോട്ട് തിരിഞ്ഞ് ജോർദാന് സമീപമുള്ള കെറീത്ത് അരുവിക്കരികെ ഒളിക്കുക. അരുവിയിൽ നിന്നായിരിക്കും നീ കുടിക്കുന്നത്. നിന്നെ അവിടെ സഹായിക്കാൻ ഞാൻ മലങ്കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ പോയി കർത്താവിൻ്റെ വചനം അനുസരിച്ച് പ്രവർത്തിച്ചു. അവൻ ചെന്ന് ജോർദാന് സമീപമുള്ള കെറീത്ത് അരുവിക്കരികെ താമസിച്ചു. മലങ്കാക്കകൾ അവന് പ്രഭാതത്തിൽ അപ്പവും മാംസവും കൊണ്ടുവന്നിരുന്നു. പ്രദോഷത്തിലും അപ്പവും മാംസവും ഉണ്ടായിരുന്നു. അവൻ അരുവിയിൽ നിന്ന് കുടിച്ചിരുന്നു. ദേശത്ത് മഴയില്ലാതിരുന്നതിനാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി. ഏലിയ സറേഫാത്തിൽ. അപ്പോൾ കർത്താവിൻ്റെ വചനം അവൻ ഇപ്രകാരം ഉണ്ടായി: എഴുന്നേറ്റ് സീദോനിലുള്ള സറേഫാത്തിലേക്ക് പോയി നീ അവിടെ താമസിക്കുക. ഇതാ അവിടെ ഒരു വിധവയോട് നിന്നെ സഹായിക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ് സറേഫാത്തിലേക്ക് പോയി പട്ടണ കവാടത്തിൽ പ്രവേശിച്ചു. ഇതാ അവിടെ ഒരു വിധവ വിറക് ശേഖരിക്കുകയായിരുന്നു. അവൻ അവളെ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നാലും ഞാൻ കുടിക്കട്ടെ. അവളത് എടുക്കാൻ പോകുമ്പോൾ അവൻ അവളെ വിളിച്ചു പറഞ്ഞു, നിന്റെ കയ്യിൽ എനിക്കായി ഒരു കഷണം അപ്പവും എടുത്താലും. അവൾ പറഞ്ഞു, ജീവിക്കുന്ന നിന്റെ ദൈവമായ കർത്താവാണേ, പാത്രത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമല്ലാതെ എൻ്റെ കയ്യിൽ പാകം ചെയ്തത് ഒന്നുമില്ല. ഇതാ ഞാൻ 2 ചുള്ളി വിറക് ശേഖരിക്കുകയാണ്. ഞാൻ പോയി എനിക്കും എൻ്റെ മകനും വേണ്ടി അപ്പമുണ്ടാക്കി ഞങ്ങൾ അത് ഭക്ഷിക്കും, എന്നിട്ട് മരിക്കും. ഏലിയ അവളോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. നീ അകത്ത് ചെന്ന് നിന്റെ വാക്കുപോലെ ചെയ്തുകൊള്ളുക. എന്നാൽ അതിൽ നിന്ന് ആദ്യം എനിക്കായി ഒരു ചെറിയ അടയുണ്ടാക്കി അതെനിക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിനക്കും നിന്റെ പുത്രനും വേണ്ടി ഉണ്ടാക്കുക. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഭൂമുഖത്ത് കർത്താവ് മഴ നൽകുന്നത് വരെ മാവിൻ പാത്രം ഒഴിയുകയില്ല, എണ്ണ ഭരണി വറ്റുകയുമില്ല. അവൾ പോയി ഏലിയായുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. അവനും അവളും അവളുടെ കുടുംബവും ദിവസങ്ങളോളം ഭക്ഷിച്ചു. ഏലിയ വഴി കർത്താവ് അരുളി ചെയ്ത വാക്കുപോലെ മാവിൻ പാത്രം ഒഴിഞ്ഞില്ല, എണ്ണ ഭരണി വറ്റിയതുമില്ല. ഇക്കാര്യങ്ങൾക്ക് ശേഷം ആ ഭവനത്തിൻ്റെ ഉടമസ്ഥയായ സ്ത്രീയുടെ മകൻ രോഗിയായി. അവൻ്റെ രോഗം അവനിൽ ശ്വാസം ഇല്ലാതാകുന്നത്ര മാരകമായി തീർന്നു. അവൾ ഏലിയായോട് പറഞ്ഞു, ദൈവപുരുഷ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ കുറ്റം എന്നെ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകൻ മരിക്കാനിടയാക്കുന്നതിനും വേണ്ടി നീ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ മകനെ എനിക്ക് തരിക. അവൻ അവളുടെ മടിയിൽ നിന്ന് അവനെ എടുത്ത് താൻ താമസിച്ചിരുന്ന മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവൻ അവനെ തൻ്റെ കിടക്കയിൽ കിടത്തി. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ,
ഞാൻ പരദേശിയായി കൂടെ താമസിക്കുന്ന വിധവയുടെ മേൽ പോലും അവളുടെ പുത്രനെ കൊല്ലും വിധം അങ്ങ് തിന്മ വരുത്തിയിരിക്കുന്നുവോ? പിന്നീട് അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം നിവർന്നു കിടന്നുകൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ, ഈ കുട്ടിയുടെ ജീവൻ അവൻ്റെ ഉള്ളിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവ് ഏലിയായുടെ സ്വരം കേട്ടു. കുട്ടിയുടെ ജീവൻ അവൻ്റെ ഉള്ളിലേക്ക് മടങ്ങി വന്നു. അവൻ ജീവിച്ചു. ഏലിയ കുട്ടിയെ എടുത്ത് മുകളിലത്തെ മുറിയിൽ നിന്ന് വീട്ടിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് അവനെ അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഏലിയ പറഞ്ഞു, നോക്കൂ, നിന്റെ പുത്രൻ ജീവിക്കുന്നു. ആ സ്ത്രീ ഏലിയായോട് പറഞ്ഞു, നീ ദൈവപുരുഷനാണെന്നും നിന്റെ അധരത്തിലെ കർത്തൃവചനം സത്യമാണെന്നും ഇപ്പോൾ ഞാൻ അറിയുന്നു. 1 രാജാക്കന്മാർ അധ്യായം 18. ഏലിയായും ബാലിൻ്റെ പ്രവാചകന്മാരും. ഏറെ നാൾ കഴിഞ്ഞ് 3-ാം വർഷത്തിൽ കർത്താവിൻ്റെ വചനം ഏലിയായുടെ പക്കൽ ഇപ്രകാരം വന്ന് ഭവിച്ചു: നീ പോയി ആഹാബിൻ്റെ അടുക്കൽ സന്നിഹിതനാവുക. ഞാൻ ഭൂമുഖത്ത് മഴ നൽകാൻ പോവുകയാണ്. ഏലിയ ആഹാബിൻ്റെ അടുക്കൽ സന്നിഹിതനാകാൻ പോയി. സമരിയായിൽ അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു. ആഹാബ് തൻ്റെ ഭവനത്തിൻ്റെ മേലാളായ ഒബാദിയായെ വിളിച്ചു വരുത്തി. ഒബാദിയ ദൈവത്തെ ഏറെ ഭയപ്പെട്ടിരുന്നു. ജസബൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒബാദിയ 100 പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടി അവരെ 50 പേർ വീതമായി ഓരോ ഗുഹയിലും ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവരെ അപ്പവും വെള്ളവും കൊണ്ട് സംരക്ഷിച്ചിരുന്നു. ആഹാബ് ഒബാദിയായോട് പറഞ്ഞു, നീ നാട്ടിലുള്ള എല്ലാ ഉറവകളിലേക്കും നീർച്ചാലുകളിലേക്കും ചെല്ലുക. ഒരുപക്ഷേ നമുക്ക് പുല്ല് കണ്ടെത്തി കുതിരയുടെയും കോവർ കഴുതയുടെയും ജീവൻ കാക്കാനാകും. അങ്ങനെ മൃഗഗണത്തിൽ നിന്ന് നമ്മൾ ഒന്നും നശിപ്പിക്കാതിരിക്കട്ടെ. ദേശത്തിലൂടെ പരിശോധിച്ച് കടന്നുപോകാനായി അവർ അത് തങ്ങൾക്കായി വീതിച്ചു. ആഹാബ് തനിയെ ഒരു വഴിയെ പോയി, ഒബാദിയ തനിയെ വേറൊരു വഴിയേയും പോയി. ഒബാദിയ വഴിയിലായിരുന്നപ്പോൾ ഇതാ ഏലിയ അവനെ കണ്ടുമുട്ടി. അവൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. മുഖം മുട്ടെ കുമ്പിട്ട് അവൻ ചോദിച്ചു, യജമാനനെ, അങ്ങല്ലേ ഏലിയ? അദ്ദേഹം അവനോട് പറഞ്ഞു, ഞാൻ തന്നെ. നീ ചെന്ന് നിന്റെ യജമാനനോട് പറയുക, ഏലിയ ഇതാ. അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസനായ എന്നെ അങ്ങ് ആഹാബിൻ്റെ കയ്യിൽ കൊല്ലാനേൽപ്പിക്കും വിധം ഞാൻ എന്തു പിഴച്ചു? അങ്ങയുടെ ദൈവമായി ജീവിക്കുന്ന കർത്താവാണേ, അങ്ങയെ അന്വേഷിക്കാൻ എൻ്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ തങ്ങൾ അങ്ങയെ കണ്ടെത്തിയില്ല എന്ന് അവൻ രാജ്യത്തെയും ജനതയും കൊണ്ട് ശപഥം ചെയ്യിച്ചു. ഇപ്പോൾ അങ്ങ് പറയുന്നു, നീ പോയി നിന്റെ യജമാനനോട് പറയുക, ഇതാ ഏലിയ. ഞാൻ അങ്ങയുടെ അടുത്തു നിന്ന് പോയി കഴിയുമ്പോൾ കർത്താവിൻ്റെ അരൂപി ഞാൻ അറിയാത്തടത്തേക്ക് അങ്ങയെ വഹിച്ചുകൊണ്ട് പോകും. ആഹാബിനോട് വിവരിക്കാൻ ഞാൻ പോവുകയും അവൻ അങ്ങയെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അവൻ എന്നെ വധിക്കും. അങ്ങയുടെ ദാസൻ ചെറുപ്പം മുതൽ കർത്താവിനെ ഭയപ്പെടുന്നവനാണ് താനും. ജസബൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ യജമാനനോട് പറയപ്പെട്ടിട്ടില്ലേ? കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ 100 പേരെ 50 പേർ വീതമായി ഓരോ ഗുഹയിൽ ഒളിപ്പിച്ച് ഞാൻ അപ്പവും വെള്ളവും കൊണ്ട് അവരെ സംരക്ഷിച്ചിരുന്നു. ഇപ്പോൾ അങ്ങ് പറയുന്നു, ഇതാ ഏലിയ എന്ന് പോയി നിന്റെ യജമാനനോട് പറയുക, അപ്പോൾ അവൻ എന്നെ കൊല്ലും. ഏലിയ പ്രതിവചിച്ചു, ഞാൻ ആരുടെ മുമ്പിൽ പരിചരിക്കാനായി നിൽക്കുന്നുവോ ആ സജീവനായ സൈന്യങ്ങളുടെ കർത്താവാണേ, ഇന്ന് തീർച്ചയായും ഞാൻ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഒബാദിയ ആഹാബിനെ കാണാൻ പോയി. അവൻ അയാളോട് കാര്യം വിവരിച്ചു. അപ്പോൾ ആഹാബ് ഏലിയായെ കാണാൻ പോയി. ആഹാബ് ഏലിയായെ കണ്ടു. അപ്പോൾ ആഹാബ് അവനോട് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത്? അവൻ പറഞ്ഞു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, മറിച്ച് നീയും നിന്റെ പിതൃഭവനവുമാണ്. നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പനകൾ ഉപേക്ഷിക്കുകയും നീ ബാൽ ദേവന്മാരുടെ പിന്നാലെ പോവുകയും ചെയ്തതുകൊണ്ടാണത്. ഇതാ നീ ആളയച്ച് ഇസ്രായേൽ മുഴുവനെയും ജസബലിൻ്റെ മേശയിൽ ഭക്ഷിക്കുന്ന ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും അഷേരായുടെ 400 പ്രവാചകന്മാരെയും എൻ്റെ അടുക്കൽ കാർമൽ മലയിലേക്ക് വിളിച്ചുകൂട്ടുക. ആഹാബ് എല്ലാ ഇസ്രായേല്യർക്കുമിടയിലേക്കും ആളയച്ചു. അവൻ പ്രവാചകന്മാരെ കാർമൽ മലയിലേക്ക് വിളിച്ചുകൂട്ടി. ഏലിയ ജനത്തെ ഒന്നാകെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്രനാൾ 2 ഭിന്നചിന്തകൾക്ക് മീതെ മുടന്തി നടക്കും? കർത്താവാണ് ദൈവമെങ്കിൽ നിങ്ങൾ അവിടുത്തെ പിന്നാലെ പോകുവിൻ, ബാലാണെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ. ജനം അവനോട് ഒരു വാക്കും പ്രത്യുത്തരിച്ചില്ല. ഏലിയ ജനത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ പ്രവാചകനായി ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ബാലിൻ്റെ പ്രവാചകന്മാരാകട്ടെ 450 പേരും. ഞങ്ങൾക്ക് 2 കാളകളെ തരുവിൻ. അവർ അവർക്കായി ഒരു കാളയെ തിരഞ്ഞെടുത്ത് അതിനെ കഷണങ്ങളാക്കി പിറകിന്മേൽ വെക്കട്ടെ. തീ കൊളുത്തരുത്.
ഞാനും ഒരു കാളയെ തയ്യാറാക്കി വിറകിന്മേൽ വെക്കാം, തീ കൊളുത്തുകയുമില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അഗ്നി കൊണ്ട് പ്രത്യുത്തരിക്കുന്ന ദൈവമായിരിക്കും ദൈവം. ജനം മുഴുവൻ മറുപടി പറഞ്ഞു, അക്കാര്യം നല്ലത് തന്നെ. ബാലിൻ്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു, നിങ്ങൾക്കായി ഒരു കാളയെ തിരഞ്ഞെടുക്കുവിൻ. നിങ്ങൾ അനേകരായതുകൊണ്ട് ആദ്യം നിങ്ങൾ തയ്യാറാക്കുവിൻ. നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം നിങ്ങൾ വിളിച്ചപേക്ഷിക്കുവിൻ. എന്നാൽ തീ കൊളുത്തരുത്. അവർ തങ്ങൾക്ക് ലഭിച്ച കാളയെ എടുത്ത് അതിനെ തയ്യാറാക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ ബാലിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ബാൽ ദേവ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഒരു ശബ്ദവും ഉണ്ടായില്ല. ആരും ഉത്തരം നൽകിയതുമില്ല. അവർ തങ്ങൾ നിർമ്മിച്ച ബലിപീഠത്തിങ്കൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ച് പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുവിൻ. അവനൊരു ദേവനാണല്ലോ. അവൻ വർത്തമാനത്തിലാകാം, തൻ്റെ ദിനചര്യ അനുഷ്ഠിക്കുകയാകാം. അവനൊരു യാത്രയുണ്ടാകാം. ഒരുപക്ഷെ അവൻ ഉറക്കത്തിലാകാം. അവൻ ഉണരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു. അവരുടെ ആചാരമനുസരിച്ച് വാളുകൾ കൊണ്ടും കുന്തങ്ങൾ കൊണ്ടും രക്തം ഒഴുകുന്നതുവരെ അവർ തങ്ങളുടെ മേൽ മുറിവേൽപ്പിച്ചു. മധ്യാഹ്നം കഴിഞ്ഞ് ധാന്യയാഗം അർപ്പിക്കുന്നതുവരെ അവർ പ്രവചിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ശബ്ദവുമുണ്ടായില്ല. ആരും ഉത്തരം നൽകിയില്ല. ആരും ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ ഏലിയ ജനം മുഴുവനോടും പറഞ്ഞു, എൻ്റെ അടുത്ത് വരുവിൻ. ജനമെല്ലാം അവൻ്റെ അടുത്ത് ചെന്നു. കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ നന്നാക്കി. ഇസ്രായേൽ എന്നായിരിക്കും നിന്റെ നാമം എന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് ഏലിയ 12 കല്ലുകളെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിൻ്റെ മഹത്വത്തിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അവൻ ബലിപീഠത്തിന് ചുറ്റും 2 അളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറകടുക്കി കാളയെ കഷണങ്ങളാക്കി വിറകിന്മേൽ വെച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം നിറച്ച് യാഗവസ്തുവിന്മേലും വിറകിന്മേലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, ആവർത്തിക്കുവിൻ. അവർ ആവർത്തിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, 3-മതും ചെയ്യുവിൻ. അവർ 3-മതും ചെയ്തു. ബലിപീഠത്തിനു ചുറ്റും വെള്ളമൊഴുകി. ചാലിലും അവൻ വെള്ളം നിറച്ചു. ധാന്യാർപ്പണ നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തുവന്ന് പ്രാർത്ഥിച്ചു, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൽ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ വാക്കനുസരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എനിക്ക് ഉത്തരമരുളണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ മനസ്സുകളെ പിന്തിരിക്കുന്നുവെന്നും ഈ ജനം അറിയുന്നതിന് എനിക്ക് ഉത്തരമരുളണമേ. ഉടൻ കർത്താവിൻ്റെ അഗ്നി പതിച്ച് യാഗവസ്തുവും വിറകും കല്ലുകളും പൂഴിയും വിഴുങ്ങുകയും ചാലിലുണ്ടായിരുന്ന വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം മുഴുവൻ അവരുടെ മുഖം നിലംപറ്റെ കുമ്പിട്ട് പ്രഘോഷിച്ചു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഏലിയ അവരോട് പറഞ്ഞു, ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ. അവരിൽ ഒരുവനും രക്ഷപ്പെടരുത്. അവർ അവരെ പിടിച്ചു. ഏലിയ അവരെ കിഷോൻ അരുവിക്ക് സമീപത്തേക്ക് ഇറക്കിക്കൊണ്ടുപോയി അവരെ അവിടെ വെച്ച് വധിച്ചു. വരൾച്ച അവസാനിക്കുന്നു. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. എന്തെന്നാൽ മഴയുടെ ഇരമ്പൽ ശബ്ദം ഇതാ. ആഹാബ് ഭക്ഷിക്കാനും പാനം ചെയ്യാനും കയറിപ്പോയി. ഏലിയ കാർമൽ മലയുടെ ഉച്ചിയിലേക്ക് കയറി. അവൻ ഭൂമിയിലേക്ക് കുമ്പിട്ട് തൻ്റെ മുഖം മുട്ടുകൾക്കിടയിൽ വെച്ചു. അവൻ തൻ്റെ ഭൃത്യനോട് പറഞ്ഞു, നീ പോയി കടലിൻ്റെ നേർക്ക് നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, 7 പ്രാവശ്യം തിരിച്ചുപോയി നോക്കുക. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരം പോലുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു. അവൻ അയാളോട് പറഞ്ഞു, കയറിച്ചെന്ന് ആഹാബിനോട് പറയുക, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി മലയിറങ്ങുക. പെട്ടെന്ന് ആകാശം ഇരുണ്ടു. കാർമേഘങ്ങളും കാറ്റുമുണ്ടായി. വലിയ മഴ പെയ്തു. ആഹാബ് രഥത്തിൽ കയറി ജസ്രയേലിലേക്ക് പോയി. കർത്താവിൻ്റെ കരം ഏലിയായോട് കൂടെയുണ്ടായിരുന്നു. അവൻ തൻ്റെ അരമുറുക്കി ജസ്രയേലിലേക്ക് എത്തുന്നതുവരെ ആഹാബിന് മുമ്പേ ഓടി. 2 ദിനവൃത്താന്തം അധ്യായം 18. ആഹാബ്. യഹോഷാഫാത്തിന് സമ്പത്തും വലിയ പ്രശസ്തിയുമുണ്ടായി. അവൻ ആഹാബിൻ്റെ മരുമകനുമായി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവൻ സമറിയായിലേക്ക് ആഹാബിൻ്റെ പക്കലേക്ക് ചെന്നു. ആഹാബ് അവനും കൂടെയുണ്ടായിരുന്നവർക്കുമായി ധാരാളം ആടുകളെയും കാളകളെയും കൊന്നു. അങ്ങനെ അയാൾ റാമോത്ത് ഗിലെയാദിനെതിരെ കയറി ചെല്ലുന്നതിന് അവനെ പ്രേരിപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ്
യൂദാ രാജാവായ യഹോഷാഫാത്തിനോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിലേക്ക് നീ എന്നോടുകൂടെ വരുമോ? അവൻ അയാളോട് പറഞ്ഞു, നിന്നെപ്പോലെ ഞാനും നിന്റെ ജനത്തെപ്പോലെ എൻ്റെ ജനവും യുദ്ധത്തിൽ നിന്നോടൊത്തുണ്ടായിരിക്കും. എന്നാൽ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ആദ്യം കർത്താവിൻ്റെ വചനം ആരാഞ്ഞാലും. അപ്പോൾ ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരായ 400 പേരെ വിളിച്ചുകൂട്ടി. അവൻ അവരോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിനോട് യുദ്ധം ചെയ്യാൻ നമ്മൾ പോകണമോ, അതോ ഞാൻ വേണ്ടെന്ന് വെക്കണമോ? അവർ പറഞ്ഞു, പോവുക, ദൈവം അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ യഹോഷാഫാത്ത് പറഞ്ഞു, ഇവിടെ കർത്താവിൻ്റെ പ്രവാചകനായി ഇനിയും ആരുമില്ലേ? അവനിൽ നിന്ന് നമുക്ക് ഹിതമാരായാം. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഒരുവനിൽ നിന്നുകൂടി കർത്താവിൻ്റെ ഹിതം ആരായാനുണ്ട്. എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു. കാരണം എന്നെ സംബന്ധിച്ച് തിന്മയല്ലാതെ നന്മയൊന്നും അവൻ ഒരു കാലത്തും പ്രവചിച്ചിട്ടില്ല. ഇമ്ലായുടെ പുത്രൻ മിഖായ ആണ് അവൻ. യഹോഷാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയാതിരിക്കട്ടെ. ഇസ്രായേൽ രാജാവ് ഒരു ഭൃത്യനെ വിളിച്ചു പറഞ്ഞു, ഇമ്ലായുടെ മകൻ മീഖായെ തിടുക്കത്തിൽ കൊണ്ടുവരൂ. ഇസ്രായേൽ രാജാവും യൂദാ രാജാവായ യഹോഷാഫാത്തും വസ്ത്രങ്ങൾ അണിഞ്ഞ് ഓരോരുത്തനും തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവർ ഇരുന്നത് സമരിയായുടെ പ്രവേശന കവാടത്തിനടുത്തുള്ള മെതിക്കളത്തിലായിരുന്നു. പ്രവാചകന്മാരെല്ലാവരും അവരുടെ മുമ്പിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കെനാനയുടെ പുത്രൻ സെദക്കിയ ഇരുമ്പിൻ്റെ കൊമ്പുകൾ തനിക്കായി നിർമ്മിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നീ ഇതുകൊണ്ട് ആരാംകാരെ സമ്പൂർണമായും കുത്തിക്കീറും. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ പ്രവചിച്ചുകൊണ്ട് പറഞ്ഞു, റാമോത്ത് ഗിലെയാദിനെതിരെ പോയി വിജയിക്കുക, കർത്താവ് അത് രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും. മിഖായായെ വിളിക്കാൻ പോയ ദൂതൻ അവനോട് ഇപ്രകാരം പറഞ്ഞു, ഇതാ പ്രവാചക വചസ്സുകൾ ഒരേ സ്വരത്തിൽ രാജാവിന് അനുകൂലമായിരിക്കുന്നു. നിന്റെ വാക്കും അവരിൽ ഒരുവൻ്റേതുപോലെ ആയിരിക്കട്ടെ, നീയും നല്ലത് പറയുക. എന്നാൽ മിഖായ പറഞ്ഞു, ജീവിക്കുന്ന കർത്താവാണേ, എൻ്റെ ദൈവം എന്തു പറയുന്നുവോ അത് ഞാൻ പറയും. അവൻ രാജാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ രാജാവ് അവരോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിലേക്ക് യുദ്ധം ചെയ്യാൻ നമ്മൾ പോകണമോ, അതോ ഞാൻ വേണ്ടെന്ന് വെക്കണമോ? അവൻ പറഞ്ഞു, പുറപ്പെട്ട് വിജയം വരിച്ചുകൊള്ളുവിൻ, നിങ്ങളുടെ കയ്യിൽ അത് ഏൽപ്പിക്കപ്പെടട്ടെ. രാജാവ് അവനോട് ചോദിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ നീ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം നിന്നെ ഞാൻ ആണയിടിയിക്കണം? അവൻ പറഞ്ഞു, ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ഇസ്രായേൽ ജനം മലകളിൽ ചിതറിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവർക്ക് നാഥന്മാരില്ല. ഇവർ ഓരോരുത്തരും സ്വഭവനത്തിലേക്ക് സമാധാനത്തിൽ തിരിച്ചു പോകട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എന്നെക്കുറിച്ച് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, ആകയാൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. കർത്താവ് തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യം മുഴുവൻ അവിടുത്തെ വലത്തും ഇടത്തും ചേർന്ന് നിന്നിരുന്നു. കർത്താവ് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിൽ കയറിച്ചെന്ന് നിബദിക്കാൻ ഇസ്രായേൽ രാജാവായ ആഹാബിനെ ആര് വശീകരിക്കും? അപ്പോൾ സംസാരിച്ച ഒരുവൻ ഇങ്ങനെയും മറ്റൊരുവൻ അങ്ങനെയും പറഞ്ഞു. എന്നാൽ ഒരു അരൂപി പുറപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഞാൻ അവനെ വശീകരിക്കാം. കർത്താവ് അവനോട് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രത്യുത്തരിച്ചു, ഞാൻ പുറപ്പെട്ട് അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരത്തിൽ നുണയുടെ അരൂപിയായി തീരാം. അവിടുന്ന് പറഞ്ഞു, നീ അവനെ വശീകരിക്കും, നീ വിജയിക്കുകയും ചെയ്യും. നീ പുറപ്പെട്ട് അങ്ങനെ ചെയ്യുക. ആകയാൽ ഇതാ, നിന്റെ ഈ പ്രവാചകന്മാരുടെ എല്ലാം അധരത്തിൽ കർത്താവ് നുണയുടെ ഒരു അരൂപി നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവ് നിനക്കെതിരെ അനർത്ഥം നിരൂപിച്ചിരിക്കുന്നു. ഉടനെ കെനാനായുടെ മകൻ സെദക്കിയ മിഖായായുടെ അടുത്ത് ചെന്ന് അവൻ്റെ ചെകിട്ടത്തടിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവിൻ്റെ അരൂപി നിന്നോട് സംസാരിക്കാൻ ഏതു വഴിയാണ് എന്നെ വിട്ടുപോയത്? മിഖായ പറഞ്ഞു, ഒളിക്കാൻ ഉള്ളറയിൽ നീ പ്രവേശിക്കുന്ന ആ ദിവസത്തിൽ നീ അത് കാണും. ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു, മിഖായയെ പിടിച്ച് നഗരാധിപൻ ആമോൻ്റെയും രാജകുമാരൻ യോവാഷിൻ്റെയും അടുത്തേക്ക് കൊണ്ടുചെന്നാക്കുവിൻ. നിങ്ങൾ പറയണം, രാജാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ സമാധാനത്തിൽ തിരിച്ചു വരുന്നതുവരെ ഇവനെ കാരാഗൃഹത്തിലിടുകയും ഞെരുക്കത്തിൻ്റെ ജലവും ഞെരുക്കത്തിൻ്റെ അപ്പവും കഴിപ്പിക്കുകയും വേണം. മിഖായ പറഞ്ഞു, തീർച്ചയായും നീ സമാധാനത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ കർത്താവ് എന്നിലൂടെ സംസാരിച്ചിട്ടില്ല. അവൻ തുടർന്നു, ജനമേ, നിങ്ങളെല്ലാവരും കേൾക്കുവിൻ. ആഹാബിൻ്റെ മരണം. ഇസ്രായേൽ രാജാവ് യൂദാ രാജാവായ യഹോഷാഫാത്തിനോടൊപ്പം റാമോത്ത് ഗിലെയാദിലേക്ക് പുറപ്പെട്ടു. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, യുദ്ധത്തിൽ ഞാൻ വേഷപ്രച്ഛന്നനായി പോകാം, നീ നിന്റെ വസ്ത്രങ്ങൾ ധരിക്കുക.
ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛന്നനായി. അവർ യുദ്ധത്തിന് പോയി. ആരാം രാജാവ് തൻ്റെ 32 രഥനായകന്മാരോട് ഇപ്രകാരം കൽപ്പിച്ചിരുന്നു: വലിയവരോടോ ചെറിയവരോടോ അല്ല, പ്രത്യുത ഇസ്രായേൽ രാജാവിനോട് മാത്രം പടവെട്ടുക. രഥനായകന്മാർ യഹോഷാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ പടവെട്ടാൻ തിരിഞ്ഞു. യഹോഷാഫാത്ത് നിലവിളിച്ചു. കർത്താവ് അവനെ സഹായിച്ചു. അവനിൽ നിന്ന് ദൈവം അവരെ പിന്തിരിപ്പിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് രഥനായകന്മാർ കണ്ടപ്പോൾ അവർ അവൻ്റെ പിന്നിൽ നിന്ന് പിന്തിരിഞ്ഞു. ഒരാൾ അമ്പെയ്തപ്പോൾ യാദൃച്ഛികമായി ഇസ്രായേൽ രാജാവിൻ്റെ പടച്ചട്ടകളുടെയും കവചത്തിൻ്റെയും ഇടയിൽ തറച്ചു. ഉടനെ അവൻ തേരാളിയോട് പറഞ്ഞു: നീ തിരിഞ്ഞ് എന്നെ പാളയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുക, എന്തെന്നാൽ ഞാൻ മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ദിവസം യുദ്ധം രൂക്ഷമായി. ഇസ്രായേൽ രാജാവ് ആരാംകാർക്ക് മുന്നിൽ വൈകുന്നേരം വരെ രഥത്തിൽ നിവർത്തി നിർത്തപ്പെട്ടിരുന്നു. സൂര്യാസ്തമന സമയത്ത് അവൻ മരിച്ചു. 2 ദിനവൃത്താന്തം അധ്യായം 19. യഹോഷാഫാത്തിൻ്റെ നവീകരണം. യൂദാ രാജാവായ യഹോഷാഫാത്ത് ജെറുസലേമിലെ തൻ്റെ ഭവനത്തിലേക്ക് സമാധാനത്തിൽ മടങ്ങിയെത്തി. അപ്പോൾ ഹനാനിയുടെ പുത്രനായ യേഹൂ ദീർഘദർശി അവൻ്റെ പക്കലേക്ക് ചെന്നു. അവൻ യഹോഷാഫാത്ത് രാജാവിനോട് പറഞ്ഞു: നീ അധർമ്മികളെ സഹായിക്കുകയും കർത്താവിനെ വെറുക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുകയാണോ? ഇക്കാരണത്താൽ കർത്താവിൽ നിന്നുള്ള ക്രോധം നിന്റെ മേലുണ്ട്. എന്നാലും നല്ല കാര്യങ്ങൾ നിന്നിൽ കണ്ടെത്തിയിരിക്കുന്നു. കാരണം നീ ദേശത്തു നിന്ന് അഷേരാകളെ നശിപ്പിക്കുകയും നിന്റെ ഹൃദയം ദൈവത്തെ അന്വേഷിക്കാനായി പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. യഹോഷാഫാത്ത് ജെറുസലേമിൽ പാർത്തു. അവൻ ബർഷേബ മുതൽ എഫ്രായിം മലമ്പ്രദേശം വരെ ജനത്തിനിടയിൽ വീണ്ടും ഇറങ്ങിച്ചെന്നു. അങ്ങനെ അവരെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് അവൻ തിരികെ കൊണ്ടുവന്നു. അവൻ യൂദാദേശത്തെ സുരക്ഷിത നഗരങ്ങളിലെല്ലാം നഗരം തോറും ന്യായാധിപന്മാരെ നിയമിച്ചു. അവൻ ന്യായാധിപന്മാരോട് പറഞ്ഞു: എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ മനുഷ്യനു വേണ്ടിയല്ല, പ്രത്യുത കർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ വിധി നടത്തുന്നത്. വിധിന്യായത്തിൽ അവിടുന്ന് നിങ്ങളോടൊപ്പമുണ്ട്. ആകയാൽ കർത്തൃഭയം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ജാഗ്രതയോടെ ആയിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ അനീതിയും മുഖം നോക്കലും പോഴവാങ്ങലും ഇല്ല. യഹോഷാഫാത്ത് ലേവായരിലും പുരോഹിതന്മാരിൽ നിന്നും ഇസ്രായേലിലെ പിതൃതലവന്മാരിൽ നിന്നും ചിലരെ കൂടി കർത്താവിൻ്റെ ന്യായവിധിക്കും ജെറുസലേം നിവാസികളുടെ തർക്കപരിഹാരത്തിനുമായി നിയമിച്ചു. അവൻ അവരോട് ഇപ്രകാരം കൽപ്പിച്ചു: കർത്തൃഭയത്തോടും വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നിങ്ങൾ ഇങ്ങനെ വർത്തിക്കണം. തങ്ങളുടെ പട്ടണങ്ങളിൽ വസിക്കുന്ന നിങ്ങളുടെ സഹോദരരിൽ നിന്ന് രക്തച്ചൊരിച്ചിലിനെക്കുറിച്ചോ നിയമം, കൽപ്പന, ചട്ടങ്ങൾ, വിധികൾ എന്നിവയെക്കുറിച്ചോ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുന്ന ഓരോ തർക്കത്തിലും അവർ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റക്കാരാകാതിരിക്കാനും നിങ്ങളുടെയും നിങ്ങളുടെ സഹോദരരുടെയും മേൽ ക്രോധം ഉണ്ടാകാതിരിക്കാനും നിങ്ങൾ അവരെ ഉപദേശിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങളും കുറ്റക്കാരായിരിക്കുകയില്ല. ഇതാ, കർത്താവിനെ സംബന്ധിക്കുന്ന ഓരോ കാര്യത്തിലും മുഖ്യപുരോഹിതനായ അമരിയ നിങ്ങളുടെ മേധാവിയും രാജാവിനെ സംബന്ധിക്കുന്ന ഓരോ കാര്യത്തിലും ഇഷ്മായേലിൻ്റെ പുത്രനായ സെബദിയ യൂദാഭവനത്തിൻ്റെ നേതാവും നിങ്ങളുടെ മുമ്പിൽ ലേവായർ ശുശ്രൂഷകരും ആയിരിക്കും. കരുത്താർജിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവിൻ. കർത്താവ് നന്മയോടൊപ്പം നിലകൊള്ളട്ടെ. ഉത്തമഗീതം അധ്യായം 5. മണവാളൻ. എൻ്റെ സോദരിയായ മണവാട്ടി, ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു. എൻ്റെ സുഗന്ധദ്രവ്യത്തോടൊപ്പം മീറയും ഞാൻ സംഭരിക്കുന്നു. എൻ്റെ തേനിനൊപ്പം തേൻകട്ടയും ഞാൻ ഭക്ഷിക്കുന്നു. എൻ്റെ പാലിനൊപ്പം വീഞ്ഞും ഞാൻ കുടിക്കുന്നു. തിന്നുവിൻ കൂട്ടുകാരെ, പ്രിയരെ, കുടിച്ച് മതിക്കുവിൻ. മണവാട്ടി. ഞാൻ ഉറങ്ങുകയായിരുന്നു, എന്നാൽ എൻ്റെ പ്രിയൻ മുട്ടുന്ന സ്വരം എൻ്റെ ഹൃദയത്തെ ഉണർത്തി. മണവാളൻ. എൻ്റെ സോദരി, എൻ്റെ പ്രിയേ, എൻ്റെ മാടപ്പിറാവേ, എൻ്റെ തികവുറ്റവളെ, എനിക്കായി തുറന്നു തരിക. തലയിൽ തുഷാരം നിറഞ്ഞ എനിക്കായി, രാമഞ്ഞുതുള്ളികൾ മുടിച്ചുരുളുകളെ ഈറനണിയിച്ച എനിക്കായി. മണവാട്ടി. ഞാൻ എൻ്റെ അങ്കി ഊരി, എങ്ങനെ ഞാനതണിയും? ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി, എങ്ങനെ ഞാനവ മലിനമാക്കും? എൻ്റെ പ്രിയൻ വാതിൽ വിടവിലൂടെ തൻ്റെ കൈനീട്ടിയപ്പോൾ എൻ്റെ അന്തരംഗം അവനെ പ്രതി അസ്വസ്ഥമായി. എൻ്റെ പ്രിയന് തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു. എൻ്റെ കൈകൾ മീറ ചൊരിഞ്ഞു, എൻ്റെ വിരലുകളും സാക്ഷാപ്പിടികളിൽ മീറ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. എൻ്റെ പ്രിയനു വേണ്ടി ഞാൻ തുറന്നു.
പക്ഷേ എൻ്റെ പ്രിയൻ പിന്തിരിഞ്ഞു കടന്നുപോയി. അവൻ പിന്തിരിഞ്ഞപ്പോൾ എൻ്റെ ജീവനും പുറപ്പെടുകയായി. ഞാൻ അവനെ അന്വേഷിച്ചു, എന്നാൽ കണ്ടെത്തിയില്ല. ഞാൻ അവനെ വിളിച്ചു, എന്നാൽ അവൻ പ്രത്യുത്തരിച്ചില്ല. നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുകയായിരുന്ന കാവൽക്കാർ എന്നെ കണ്ടു. അവരെന്നെ തല്ലി, അവരെന്നെ മുറിവേൽപ്പിച്ചു. മതിലുകളുടെ കാവൽക്കാർ എൻ്റെ അങ്കി എൻ്റെ മേൽ നിന്ന് ഉരിഞ്ഞെടുത്തു. ജെറുസലേം പുത്രിമാരെ, നിങ്ങളുമായി ഞാൻ ശപഥം ചെയ്തതാണ്. എൻ്റെ പ്രിയനെ നിങ്ങൾ കണ്ടാൽ അവനോട് നിങ്ങൾ എന്തു വർണ്ണിക്കും? ഞാൻ പ്രേമാതുരയാണെന്നത് തന്നെ. തോഴിമാർ, മാനിനിമാരിൽ മനോഹരി, കാമുകക്കൂട്ടത്തെക്കാൾ നിന്റെ പ്രിയന് മേന്മയെന്ത്? ഞങ്ങളുമായി നീ ശപഥം ചെയ്യാൻ കാമുകക്കൂട്ടത്തെക്കാൾ നിന്റെ പ്രിയന് മേന്മയെന്ത്? മണവാട്ടി, എൻ്റെ പ്രിയൻ ശുഭ്രശോഭനും അരുണവർണ്ണനുമാണ്, 10,000-ങ്ങളിൽ അതിപ്രശസ്തനുമാണ്. അവൻ്റെ ശിരസ് തനിത്തങ്കമാണ്, കാക്കക്കറുപ്പുള്ളതാണ് അവൻ്റെ അളകാവലി തിരമാലകൾ. അവൻ്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെപ്പോലെയാണ്. പാലിൽ കുളിച്ച് സുഭിക്ഷതയ്ക്കുമേൽ അവ ചേക്കേറുന്നു. അവൻ്റെ കവിളുകൾ സുഗന്ധദ്രവ്യത്തടം പോലെയാണ്, സുരഭീകരണത്തട്ടുകൾ തന്നെ. അവൻ്റെ അധരങ്ങൾ ലില്ലിപ്പൂക്കളാണ്, ഒലിക്കുന്ന മീറയുടെ തുള്ളികളാണ്. അവൻ്റെ കൈകൾ രത്നം നിറച്ച സ്വർണ്ണക്കുഴലുകൾ. അവൻ്റെ ഉദരം ഇന്ദ്രനീലം പൊതിഞ്ഞ ദന്തനിർമ്മിതിയും. അവൻ്റെ കുറകുകൾ സുവർണ പാദകുടങ്ങളിൽ ഉറപ്പിച്ച വെണ്ണക്കൽ സ്തംഭങ്ങൾ. അവൻ്റെ ആകാരം ലബനോൻ പോലെ, ദേവദാരു പോലെ വിശിഷ്ടം. അവൻ്റെ വായ് മാധുര്യമുള്ളതാണ്. അവൻ സർവഥാ അഭികാമ്യനാണ്. ജെറുസലേം പുത്രിമാരെ, ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ തോഴൻ. പ്രിയമുള്ളവരെ, ദീർഘമായ ഒരു വായനയാണ് ഇന്ന് നാം നടത്തിയത്. വേഗം ചില വചനചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മൾ ആഹാബ് എന്ന ഇസ്രായേലിൻ്റെ ആ ക്രൂരനായ മോശപ്പെട്ട രാജാവിൻ്റെ ചരിത്രം വായിച്ചു. അദ്ദേഹം ഓമ്രിയുടെ മകനായിരുന്നു. ബാലിനു വേണ്ടി, അഷേരയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ നിർമ്മിച്ച, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ സമ്പൂർണമായി മറന്നുകളഞ്ഞ ഈ തിന്മയുടെ കൂട്ടുകാരൻ ഒടുവിൽ നിർണായകമായ തൻ്റെ ദുരന്തപൂർണമായ തൻ്റെ ജീവിതാന്ത്യത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ചിത്രമാണ് ഈ വായനയിൽ പ്രധാനമായും നമ്മൾ കണ്ടത്. ഏലിയ എന്ന പ്രവാചകൻ്റെ ധീരോദാത്തമായ ദൈവത്തിനു വേണ്ടിയുള്ള നിലപാടുകളെക്കുറിച്ചും നമ്മൾ ഈ വായനകളിൽ കണ്ടു. ഏലിയായ്ക്ക് ഇത്രയും അധമനും ക്രൂരനുമായ മനസാക്ഷി ഇല്ലാത്ത, മനസാക്ഷി മരവിച്ച ഈ മനുഷ്യനോട് നേരിടാൻ ധൈര്യം കൊടുത്തത് എന്തായിരിക്കും? അത് ഏലിയായുടെ വാക്കുകളിലുണ്ട്. ഒബാദിയായോട് സംസാരിക്കുമ്പോഴും ആഹാബിനോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം തന്നെ, തൻ്റെ ഐഡൻറ്റിറ്റിയെ, തൻ്റെ സ്വത്വത്തെ നിർവചിക്കുന്നത് ഞാൻ ആരുടെ ശുശ്രൂഷകനാണോ, ഞാൻ ആരുടെ മുമ്പിലാണോ നിന്ന് പാദസേവ ചെയ്യുന്നത്, ആ ഇസ്രായേലിൻ്റെ ദൈവമാണ്. താൻ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും ആ ദൈവത്തിൻ്റെ അനന്തശക്തിയിലുള്ള അനിതരസാധാരണമായ വിശ്വാസവുമായിരുന്നു ഏലിയായുടെ അസാധാരണമായ കരുത്തിൻ്റെ അടിസ്ഥാനവും ആധാരവും. ദൈവം ആരാണ് എന്ന്, നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവവും നമ്മുടെ ദൈവത്തിൻ്റെ നന്മയും എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഭയത്തെ നേരിടാനും അതിജീവിക്കാനും കഴിയൂ. പ്രധാനമായും 3 എപ്പിസോഡുകളിലൂടെ ഏലിയായുടെ വിശ്വാസ ജീവിതത്തെ ദൈവം വളർത്തുന്നതായി നമ്മൾ കാണുന്നു. 3 വർഷത്തെ വരൾച്ചയിൽ കെറീത്ത് അരുവിയിൽ നിന്ന് വെള്ളവും കാക്ക കൊണ്ട് കൊടുത്ത അപ്പവും സ്വീകരിച്ച് ജീവിക്കാനും, സെറപ്തായിലെ വിധവയുടെ വീട്ടിൽ അവളുടെ ആതിഥ്യം സ്വീകരിക്കാനും, മൂന്നാമതായി അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷത്തിൻ്റെ കാരണമായിരുന്ന മകൻ രോഗത്തിനും മരണത്തിനും കീഴടങ്ങുമ്പോൾ ആ മകനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാനും ദൈവം ഇങ്ങനെ 3 സന്ദർഭങ്ങളിലൂടെ ഏലിയായുടെ വിശ്വാസ ജീവിതത്തെ വളർത്തി. അത് കാർമൽ മലയിൽ ബാലിൻ്റെ പ്രവാചകന്മാരുടെയും ആഹാബിൻ്റെയും ജസബലിൻ്റെയും ക്രൂര നയനങ്ങളുടെയും മുന്നിൽ നിന്നുകൊണ്ട് അചഞ്ചലമായ വിശ്വാസത്തോടെ തൻ്റെ ആരാധനാമൂർത്തിയായ ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ ദൈവം താൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിലും അഗ്നി ഇറക്കി തൻ്റെ ബലി സ്വീകരിച്ച് തൻ്റെ സഹായത്തിനെത്തുമെന്ന അസാധാരണമായ, അനിതരസാധാരണമായ വിശ്വാസത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് ഏലിയായെ ഉയർത്താനുള്ള ദൈവത്തിൻ്റെ പരിശീലനത്തിൻ്റെയും ഒരുക്കത്തിൻ്റെയും കാലങ്ങളായിരുന്നു. കാർമൽ മലയിൽ വെച്ച് അഗ്നി ഇറങ്ങി വരികയും ബാലിൻ്റെ പ്രവാചകന്മാർ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ ഏലിയ ആഹാബിനോട് പറയുകയാണ്, മഴ പെയ്യാറായി. തിന്മ ഉപേക്ഷിക്കുകയും
തിന്മയുടെ സ്വാധീന ശക്തികളെ തള്ളിപ്പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ കാണാൻ കഴിയുന്നത്. നമ്മെ തന്നെ നാം ശുദ്ധീകരിച്ചാൽ നാളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. യൂദാ രാജാവായ ആസായുടെ മകൻ യഹോഷാഫാത്തിൻ്റെ ചില ജീവിത സന്ദർഭങ്ങളും നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുകയുണ്ടായി. നമ്മൾ യൂദാ രാജാക്കന്മാരുടെയും ഇസ്രായേൽ രാജാക്കന്മാരുടെയും ചരിത്രം ഒരുമിച്ച് വായിക്കുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങളൊരു ഹോംവർക്ക് പോലെ യൂദാ രാജാക്കന്മാരുടെ പേര് ഓരോന്നായി ഒന്നിനു പുറകെ ഒന്നായി എഴുതി വച്ചാൽ നിങ്ങൾക്ക് യൂദാ രാജാക്കന്മാരെക്കുറിച്ചുള്ള വായനകൾ കുറെ കൂടി എളുപ്പമാകും. അതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരുടെ ഒരാൾ കഴിഞ്ഞ് മറ്റൊരാൾ ആരായിരുന്നു എന്ന രീതിയിൽ ഒരു നോട്ട് സൂക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് സഹായമായിരിക്കും. മറ്റൊരു കാര്യം ഈ വായനയിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നും വായിക്കുമ്പോൾ ഒരേ കാര്യം തന്നെയാവും ചിലപ്പോൾ ആവർത്തിക്കുക. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഇന്ന് വായിച്ച കാര്യം തന്നെയായിരിക്കും നാളെ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നും വായിക്കുക. അപ്പോൾ നമ്മൾ വായിച്ചതാണ് എന്ന് കരുതി നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. 2 പ്രാവശ്യം ഒരേ സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില പ്രധാനപ്പെട്ട ദൈവികമായ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്നതിന് അത് സഹായിക്കും എന്ന ഈ 2 കാര്യങ്ങൾ ഈ വായനയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. 166 ദിവസം വചനവായന പുരോഗമിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ചു. കർത്താവേ, ആഹാബിൻ്റെ മരണം ഞങ്ങൾ കണ്ടു. ദൈവ കൽപ്പന, മിഖായ എന്ന ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനിലൂടെയുള്ള ദൈവിക ശാസനയെ അവഗണിച്ചപ്പോൾ തൻ്റെ മരണം ആഹാബ് ക്ഷണിച്ചു വരുത്തിയത് ഞങ്ങൾ മനസ്സിലാക്കി. കർത്താവെ, പ്രവാചകന്മാരിലൂടെ അങ്ങ് സംസാരിച്ചതുപോലെ ഇന്ന് നിസാരരായ മനുഷ്യരിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ ദൈവമേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യഹോഷാഫാത്തിനെ പോലെ ഞങ്ങൾ ദൈവം ആഗ്രഹിക്കാത്ത സഖ്യത്തിൽ ഏർപ്പെടാതിരിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഏലിയായുടെ തീഷ്ണത ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏലിയായുടെ പ്രാർത്ഥനാ ചൈതന്യം ഞങ്ങൾക്ക് തരണമേ എന്ന് അപേക്ഷിക്കുന്നു. ഏലിയ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ ശക്തമായി വിശ്വസിച്ചതുപോലെ വിശ്വാസത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് സവിശേഷമായ വിധത്തിൽ ഇന്ന് സ്പർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കാണാൻ ഞാൻ വീണ്ടും കൊതിയോടെ കാത്തിരിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും ഈ നല്ല ദിവസം നമുക്ക് ഒരാഘോഷമായി മാറ്റാം. ദൈവകൃപകൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.